Hello friends, welcome back to my channel. This is me Intuja. നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റഡി വിത്ത് റെയിൻ ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദി പെഡഗോഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഷായി കൗശൽ. നിങ്ങൾ കാറ്റഗറി 3ക്കോ 4നോ HSAക്കോ നെറ്റിനോ സെറ്റിനോ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഭാഷായി കൗശൽ പഠിക്കാതെ എക്സാമിന് പോവരുത്. ബിക്കോസ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് ഉണ്ടാവില്ല. സോ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഭാഷായി കൗശൽ. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഭാഷായി കൗശൽ. आज നമുക്ക് ഭാഷാई कौशल എന്താന്ന് നോക്കാം. भाषाई कौशल को सीखने का अर्थ है भाषा की संपूर्ण व्यवस्था की जानकारी एवं उनके प्रयोग की कुशलता का विकास. അതായത് നമ്മളൊരു ഭാഷ പഠിച്ചു, നമ്മൾ ഹിന്ദി പഠിക്കുകയാണ് അല്ലേ, ഹിന്ദി കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അവർക്ക് അതൊരു പുതിയ ഭാഷയാണ്. അപ്പോൾ അവർക്ക് ഈ ഭാഷ പഠിച്ചതിൻ്റെ 4 തരത്തിലുള്ള കൗശൽ അവർക്ക് കിട്ടണം. അതാണ് ഈ ഭാഷായി കൗശൽ. അതായത് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് ശ്രവൺ, കേട്ട് കഴിഞ്ഞാൽ അവർക്കത് കാര്യം മനസ്സിലാവണം. രണ്ടാമത് അവർക്കത് തിരിച്ച് പറയാൻ പറ്റണം. മൂന്നാമത് അവർക്കത് വായിക്കാൻ പറ്റണം. നാലാമത് അവർക്കത് എഴുതാൻ പറ്റണം. ഇത്രയാണ് ഭാഷായി കൗശൽ. നമ്മളൊരു ഭാഷ പഠിച്ചിരിക്കുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് ഈ 4 കഴിവുകൾ ഉണ്ടാവണമല്ലോ. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന കുഞ്ഞു മക്കൾക്കും ഈ കഴിവുകൾ ഉണ്ടാക്കലാണ് നമ്മളുടെ ദായിത്വം, നമ്മുടെ ഉത്തരവാദിത്വം. ഓക്കെ, ആ ഒരു ഭാഷായി കൗശലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഭാഷായി കൗശൽ 4 തരത്തിലുള്ള ഭാഷായി കൗശലാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ശ്രവൺ കൗശൽ, സെക്കൻഡ് വൺ ഭാഷൻ കൗശൽ, തേർഡ് വൺ വാചൻ കൗശൽ, ഫോർത്ത് വൺ ലേഖൻ കൗശൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4 തരമാണ് ഭാഷായി കൗശൽ ഇല്ലേ, അത് ഓർത്ത് വെക്കണം. ആൻഡ് ഏതൊക്കെയാണ്? ശ്രവൺ, ഭാഷൻ, വാചൻ, ലേഖൻ. ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഇത് ഓർഡറിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ മക്കളുടെ കാര്യം ആലോചിക്കണം. ഒരു കുഞ്ഞുവാവ ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുവാവ ആദ്യം എന്താ ചെയ്യുക? കേൾക്കും അല്ലേ. കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞുവാവയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പല്ല് എവിടെയാണെന്ന് ചോദിച്ചാൽ പല്ല് കാണിച്ചു തരും, കാക്ക എവിടെയാണെന്ന് ചോദിച്ചാൽ കാക്കയെ കാണിച്ചു തരും. അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവും. അതാണ് ആദ്യത്തെ ഭാഷ പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ശ്രവൺ കൗശലാണ്. സുൻകർ അർത്ഥ ഗ്രഹൺ കർണേക്ക കൗശൽ. ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ ഭാഷണാണ്, പറയാനുള്ള കഴിവ്. കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞു വാവ പറഞ്ഞു കൊടുക്കും അല്ലേ. ഇപ്പോൾ കാക്കി കാണുമ്പോൾ തന്നെ കാക്ക കാക്ക അങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലേ. അതാണ് ഭാഷ പഠിക്കുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഭാഷൻ, ബോൾനേക്ക കൗശൽ. വാചിക് എന്ന് പറഞ്ഞാലും ഭാഷൻ തന്നെയാണ് കേട്ടോ. പറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ വാചൻ കൗശൽ. വാചൻ കൗശൽ എന്ന് പറഞ്ഞാൽ പഠിക്കർ അർത്ഥ ഗ്രഹൺ കർണേക്ക കൗശൽ. അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. അതായത് ഇപ്പം നമ്മൾ കുറച്ചും കൂടി കുഞ്ഞു വാവ വലുതായി കഴിഞ്ഞാൽ എ എന്ന ലെറ്റർ കാണിച്ചിട്ട് നമ്മൾ പറയില്ലേ, എ ഇതാണ് എ, അങ്ങനെ നമ്മൾ കാണിച്ചെടുത്തിട്ട് പറയുമല്ലോ. ഇപ്പോൾ എ എന്ന ലെറ്റർ ഇങ്ങനെ എഴുതിയിട്ട് അമ്മ കുറേ പ്രാവശ്യം കുഞ്ഞിനോട് പറയും എ എ. അവസാനം കുഞ്ഞ് എ കാണുമ്പോൾ എ എന്ന് പറയും. അതായത് അവനത് മനസ്സിലാക്കുകയാണ് അല്ലേ, അത് എ ആണ് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. ബി കണ്ട ബി ആണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് വാചൻ കൗശൽ. പഠിക്കർ അർത്ഥ ഗ്രഹൺ കർണേക്ക കൗശൽ. കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യും? അത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് വരും. നെക്സ്റ്റ് വൺ കുറച്ച് അതിന് ശേഷം ഈ ബിയോ സിയോ ഒക്കെ കണ്ട് മനസ്സിലായതിന് ശേഷമാണ് അമ്മ കുട്ടിയുടെ കൈ പിടിച്ച് ബി എന്ന് എഴുതിക്കുക അല്ലേ. സോ ലാസ്റ്റ് വൺ ലേഖൻ കൗശൽ. ഇത് ഓർഡറിൽ തന്നെ പഠിക്കണേ. ഇതിൻ്റെ ഓർഡർ തെറ്റിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് കറക്റ്റ് ഓർഡർ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഭാഷൻ കൗശൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർഡറും 4 തരത്തിലാണുള്ളത് എന്നും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പം നമ്മുടെ തന്നെ ഒരു കുഞ്ഞുവാവയുടെ വളർച്ച ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അത് ഓർമ്മ നിൽക്കും. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഭാഷാ കൗശൽ കെ പ്രകാർ ഹേ. എത്ര പ്രകാരമുണ്ട്? 1 2 3 4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, 4. ക്ലിയർ അല്ലേ? नेक्स्ट क्वेश्चन, भाषण कौशल में सबसे पहले किस कौशल का विकास करना चाहिए? ഏതാണ്? ഏറ്റവും ആദ്യം ശ്രവണാണ് അല്ലേ. ശ്രവൺ കൗശലാണ് ഏറ്റവും ആദ്യം നടക്കുന്നത്.
भाषा शिक्षण का संबंध केवल ज्ञान प्रदान करना या सूचनाएं प्रदान करना मात्र नहीं है, बल्कि भाषा सीखने वालों को उपरोक्त चारों कौशल में दक्ष बनाना. അതായത് ഭാഷ പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ സൂചനകൾ കൊടുക്കുക, ഹിന്റ് കൊടുക്കുക, അത് മാത്രമല്ല അറിവ് കൊടുക്കുക മാത്രമല്ല കുട്ടിയുടെ ഈ 4 കഴിവുകളും നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ അധ്യാപകരല്ലേ, അപ്പോൾ അധ്യാപകരായ നമ്മൾ വേണം ഈ 4 കഴിവുകൾ വളർത്തിയെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ 4 കഴിവുകൾ വളർത്തിയെടുക്കാം, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, അതിൻ്റെ ശിക്ഷണ വിദ്യകൾ എന്താണ്, ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ശ്രവൺ കൗശൽ. കുട്ടി ജനിച്ചതിന് ശേഷമാണ് കുട്ടി ജനിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്, ശ്രവൺ കൗശലാണ് അല്ലേ. കുട്ടി അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ശബ്ദം കേട്ട് കേട്ട് अच्छी प्रकार से सुनने के कारण ही बालक ध्वनियों के सूक्ष्म अंतर को समझ पाता है. നല്ല സ്ഫുടമായി സംസാരം കേൾക്കുമ്പോഴാണ് കുട്ടിക്ക് ആ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകാൻ തുടങ്ങും. ശ്രവൺ കൗശൽ ही अन्य भाषाई कौशलों को विकसित करने का प्रमुख आधार बनता है. ശ്രവൺ കൗശലാണ് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ കാണുന്നത്. കാരണം കുട്ടി ആദ്യമായിട്ട് കേട്ടിട്ടാണല്ലോ ഒരു ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് കുട്ടി നോക്കുന്നത്. അതാണ് ആ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ്. പിന്നെ നമുക്കറിയാമല്ലോ, ഒരു കേൾവിയില്ലാത്ത കുട്ടിക്ക് സംസാരിക്കാനും പറ്റില്ല. അപ്പോൾ കേൾവിയില്ല എന്നുള്ള ഒരു കുറവ് കൊണ്ട് 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഭാഷ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എപ്പോഴും ആ കേൾവിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ബാക്കി ഭാഷായി കൗശലിൻ്റെ ആധാരമായിട്ട് ബേസ് ആയിട്ട് നമ്മൾ ശ്രവൺ കൗശലിനെ കാണുന്നത്. इससे ध्वनियों की सूक्ष्म अंतर को पहचानने की क्षमता विकसित होती है. ധ്വനികളുടെ ഓരോ അർത്ഥവും സൂക്ഷ്മമായി മനസ്സിലാക്കാൻ കുഞ്ഞിന് സാധിക്കും ഈ ഒരു കൗശൽ കൊണ്ട്. ശ്രവൺ കൗശൽ സുൻകർ അർത്ഥ ഗ്രഹൺ കർണേക്ക കൗശൽ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത് എന്ന് നോക്കാം. ബാർ ബാർ സുനനേക്ക അവസർ ദേന, भाषाई वातावरण पैदा करना, शुद्ध भाषा सुनने का अवसर देना, अनुकरण, आवर्तन, अभ्यास, मानक उच्चारण, कहानी, वार्तालाप, बाल गीत, सरल भाषा का प्रयोग, താലലയ കെ സാത്ത് കവിത ആലം. ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസ്സിൽ കുട്ടിക്ക് ഭാഷ പഠിപ്പിക്കാം. എങ്ങനെയാണ് നമുക്കറിയാമല്ലോ, നമ്മുടെ അമ്മമാരായാലും ഒരുപാട് പ്രാവശ്യം നമ്മുടെ അടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടല്ല നമ്മൾ കുഞ്ഞുനാളിൽ ഓരോ വാക്കും പഠിച്ചത്. അതേപോലെ തന്നെ ബാർ ബാർ സുന്നേക്ക അവസരം, വീണ്ടും വീണ്ടും ഒരു കാര്യം കേൾക്കാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കേട്ട് കേട്ട് കുട്ടി ആ കാര്യം പറയാൻ തുടങ്ങും അല്ലേ. ഭാഷായി വാതാവരണം പൈതാക്കണം. ഭാഷ ഒരുപാട് കേൾക്കാനും ആസ്വാദിക്കാനുമുള്ള ഒരു അവസരം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഭാഷയിലെ വാക്കുകൾ, പുതിയ പുതിയ വാക്കുകളൊക്കെ കുട്ടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചുറ്റുപാട് കുട്ടിക്ക് ഉണ്ടാവണം. ടീച്ചറായാലും ഒരുപാട്, ഇപ്പോൾ ഹിന്ദി ടീച്ചറാണെങ്കിൽ കൂടുതലായിട്ട് ഹിന്ദിയിൽ കുറച്ച് വാക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു റേഡിയോയിൽ ഒരു ന്യൂസ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ടെലിവിഷനിൽ ഹിന്ദി ന്യൂസ് വെച്ച് കൊടുക്കുക. അങ്ങനെയുള്ള വാതാവരണം, ആ ഒരു ഭാഷ പുതിയ ഭാഷയാണെങ്കിൽ ആ ഭാഷ കേൾക്കാനുള്ള അവസരങ്ങൾ കുട്ടിക്ക് ഒരുപാട് ഉണ്ടാക്കി കൊടുക്കണം. ശുദ്ധ ഭാഷ സുന്നേക്ക അവസരം, എപ്പോഴും നല്ല ഭാഷയായിരിക്കണം കുട്ടി കേൾക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ചില കുട്ടികളോട്, കുഞ്ഞു വാവകളോട് കൊഞ്ചി സംസാരിക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത്, എങ്ങനെയാണോ ശുദ്ധമായ ഭാഷയുള്ളത്, അങ്ങനെ തന്നെ കുട്ടികളോട് സംസാരിക്കണം. അപ്പം ശുദ്ധമായ ഭാഷ കുട്ടിക്ക് കേൾക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അനുകരൺ, ആവർത്തൻ, അഭ്യാസ്, ഇതിലൂടെയൊക്കെയാണ് കുട്ടി ആ ഭാഷ വീണ്ടും സ്വായത്തമാക്കുന്നത്. അനുകരിക്കുക, നമ്മൾ പറയുന്നത് അനുകരിക്കും. അത് വീണ്ടും വീണ്ടും കുട്ടി ആവർത്തിച്ച് അനുകരിച്ച് അങ്ങനെ അഭ്യാസം ചെയ്തിട്ടാണ് ആ കുട്ടി ആ ഭാഷയിൽ ആ ഒരു കൗശലം ഉണ്ടാക്കുന്നത്. മാനക് ഉച്ചാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാനക് ഉച്ചാരം, സ്ഫുടമായ ശുദ്ധമായ ഉച്ചാരം വേണം നമ്മൾ നടത്താൻ. ഓക്കെ. കഹാനി, വാർത്താലാപ്, ബാൽഗീത്, ഇതൊക്കെ കുട്ടിയുടെ ശ്രവൺ, അതായത് കഹാനി, ഒരു കഥ കേൾക്കുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കും അല്ലേ. വാർത്താലാപ്, 2 കുട്ടികളെ നിർത്തിയിട്ട് അവരെ കൊണ്ട് വാർത്താലാപ് ചെയ്യിപ്പിച്ച കുട്ടി നന്നായി ശ്രദ്ധിച്ചിരിക്കും അല്ലേ, കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബാലഗീത്, അത് ഇതിലൂടെയൊക്കെ കുട്ടിക്ക് ഭാഷായി വാതാവരണം ഒരുക്കുക, അതിലൂടെയൊക്കെ കുട്ടിയുടെ ഭാഷ വളർത്തിയെടുക്കാം. സരൽ ഭാഷയൊക്കെ ഒരിക്കലും കുട്ടികളോട് നമ്മൾ ഭയങ്കര കട്ടിയായിട്ടുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കാൻ വല്ല സരൽ ഭാഷ വേണം ഉപയോഗിക്കാം. താലലയ കെ സാത്ത് കവിത ആലാപൻ, വെറുതെ കവിത വായിച്ച കുട്ടിക്ക് ചിലപ്പോൾ താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ താളലയത്തോട് കൂടിയിട്ട് കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് താളലയത്തോടുള്ള കവിത ആലാപനമൊക്കെ ഇങ്ങനെ ഒരു ശ്രവൺ കൗശൽ കൂടുതലായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ.
നെക്സ്റ്റ് ഗ്രഹണാത്മക കൗശൽ. ഇതിലേതാണ് ഗ്രഹണാത്മക് കൗശൽ? വാചൻ, ലേഖൻ, ശ്രവൺ, ഭാഷൻ. ശ്രവണാണ് കേട്ടോ, അതായത് കേട്ട് മനസ്സിലാക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ശ്രവണാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ശിക്ഷൺ വിധി. ഇനി എങ്ങനെ ഈ ശ്രവൺ കൗശലം ഉണ്ടാക്കിയെടുക്കാനുള്ള ശിക്ഷൺ വിധികളാണ് നമ്മൾ പഠിക്കുന്നത്. കഹാനി സുനന, ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്നെ കുട്ടി കഥകൾ കേൾക്കാൻ കുട്ടിക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ കഥകൾ കേട്ട് 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 കുട്ടിക്ക് ആ ഒരു ശ്രവൺ കൗശൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കവിത സുനന, താളലയത്തോടുകൂടി കുട്ടിക്ക് കവിതകൾ പാടിക്കൊടുക്കുക, അതിലൂടെയും പറ്റും. ഭാഷൺ സുനന, ഭാഷൺ, സമാചാർ പത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ, സമാചാരമൊക്കെ കേൾക്കുക, ഇതിലൂടെയൊക്കെ കുട്ടിയുടെ ഭാഷയിലെ ശ്രവണശേഷി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. പ്രശ്നോത്തർ, നമ്മൾ കുഞ്ഞു ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഒരു കുഞ്ഞു കഥ പറഞ്ഞു, അതിൽ കുഞ്ഞു ചോദ്യം കുട്ടിയോട് ചോദിക്കുക. അപ്പോൾ കുട്ടി ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ കുഞ്ഞു ചോദ്യങ്ങൾ ഉത്തരം പറയാൻ പറ്റും അല്ലേ. അങ്ങനെയും കുട്ടിയുടെ ശ്രവണശേഷി നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, റേഡിയോ, ഗ്രാമഫോണിൻ്റെ ഒക്കെ സഹായം നമുക്ക് നേടാം അല്ലേ. ഇതെല്ലാം എന്താണ്? ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളാണ് അല്ലേ. ഇതിലൂടെയൊക്കെ കുട്ടിക്ക് ശ്രദ്ധ കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ശ്രവണശേഷി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ ഇതെല്ലാം നമ്മളെ സഹായിക്കും. ഇതാണ് ശിക്ഷൺ വിധികൾ കേട്ടോ. ടെലിവിഷൻ किस प्रकार की शिक्षण सहायक सामग्री है? എങ്ങനത്തെയാണ്? ഓപ്ഷൻ സി ദൃശ്യ ശ്രവ്യ മാധ്യമമാണ് കേട്ടോ. ദൃശ്യ കണ്ട അപ്പം തന്നെ ടിക്കിടയില്ല, അല്ലെങ്കിൽ ശ്രവ്യ കണ്ട അപ്പം തന്നെ ടിക്കിടരുത്. ദൃശ്യ ശ്രവ്യമാണ് ടെലിവിഷൻ. റേഡിയോ ആണെങ്കിലോ ശ്രവ്യമാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ റേഡിയോ ആണോ ടെലിവിഷൻ ആണോ അങ്ങനെ നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാഷൻ കൗശൽ, മൗഖിക അഭിവ്യക്തി കൗശൽ. അതായത് നമ്മൾ വായിലൂടെ നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മളുടെ ഭാഷയിലൂടെയാണ് അല്ലേ, നമ്മുടെ സംസാരത്തിലൂടെയാണ് അല്ലേ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഭാഷൻ കൗശൽ. ഒരു മിണ്ടാത്ത ആളുടെ ഉള്ളിൽ എന്താ, അവരുടെ വിചാരങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ശക്തമായി നമ്മളെ പ്രകടിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഭാഷൻ കൗശൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഭാഷൻ കൗശൽ, ബോൾനെ കാ കൗശൽ, മൗഖിക അഭിവ്യക്തിയാണ് അല്ലേ. വായിലൂടെ നമ്മൾ സംസാരിക്കുന്നതാണ് बोलने का कौशल. ओके, अध्यापक द्वारा कथित शब्दों, वाक्यों, मुहावरों और लोकोक्तियों का निरंतर अनुकरण आत्मक अभ्यास करना चाहिए. अनुकरण अभ्यास करते समय अल्पविराम, पूर्णविराम आदि पर ध्यान देना है. अध्यापक आदर्श वाक्य प्रस्तुत करें. विचारों का आदान प्रदान, उच्चारण शुद्ध, व्याकरण शुद्ध भाषा का प्रयोग करना, अवसर अनुकूल भाषा का प्रयोग करना. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളൊരു ഭാഷ മൗഖികമായിട്ട് അഭിവ്യക്തി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലെല്ലാം പറയുന്നത്. അധ്യാപക് ദ്വാര കഥിത ശബ്ദം, അതായത് അധ്യാപകൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന മുഹാവരെ, ലോകോക്തി, ഇതെല്ലാം കുട്ടി നിരന്തരമായിട്ട് അനുകരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ ഒരു കൗശൽ വളർത്തിയെടുക്കുകയാണ് ചെയ്യണത്. അനുകരൺ അഭ്യാസ് കർത്തേ സമയ അല്പവിരാം, പൂർണ്ണവിരാം, അതി പർ ധ്യാൻ ദേന ഹെ. നമ്മളെപ്പോൾ ഇങ്ങനെ മുഹാവരകളും ലോകോക്തികളും സംഭാഷണങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു പോകരുത്. ഇടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം, ഇടയ്ക്ക് കുഞ്ഞൊരു സ്റ്റോപ്പ് ഇടുക. അതെല്ലാം നമ്മൾ ഭാഷൻ കൗശലത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അധ്യാപക് ആദർശ് വാക്യ പ്രസ്തുതൻ, അധ്യാപകൻ്റെ ആദർശവാചനത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അധ്യാപകൻ പുസ്തകം വായിക്കുമ്പോഴായാലും എപ്പോഴും നല്ല രീതിയിൽ ഫുൾ സ്റ്റോപ്പിൻ്റെ അടുത്ത് ഫുൾ സ്റ്റോപ്പ് എടുത്ത്, ശബ്ദം കുറയ്ക്കേണ്ട സ്ഥലത്ത് ശബ്ദം കുറച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രസ്തുതി അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് വേണം. വിചാരവും ആദാൻ പ്രധാൻ, നമ്മുടെ വിചാരങ്ങളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള മാർഗം കൂടെയാണ് ഭാഷ. ഉച്ചാരൺ ശുദ്ധ, ഭാഷൻ പഠിപ്പിക്കുമ്പോൾ, ഭാഷൻ കൗശൽ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ വാർത്താലാപിലൂടെയൊക്കെ ഭാഷൻ കൗശൽ കുട്ടികളിൽ വളർത്തിയെടുക്കുമ്പോൾ ഉച്ചാരൺ ശുദ്ധമാണോ എന്ന് ശ്രദ്ധിക്കണം. വ്യാകരൺ ശുദ്ധ ഭാഷാക്ക പ്രയോഗം, അധ്യാപകൻ എപ്പോഴും നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, എങ്കിൽ കൂടെ ആ ഒരു വാക്കിൽ വ്യാകരണ പിശകുകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വ്യാകരണം ശുദ്ധമായിട്ടുള്ള സരളമായിട്ടുള്ള ഭാഷ വേണം, ഉച്ചാരണ ശുദ്ധിയോടെ വേണം നമ്മൾ സംസാരിക്കാൻ. അവസര അനുകൂൽ ഭാഷാക്ക പ്രയോഗമാണ്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് സംസാരിക്കുന്ന ഒരു പ്രവണത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പ്രവണതയും നമ്മൾ
നിർത്തണം. അങ്ങനെ ഒരു സ്വഭാവവും കുട്ടികളിൽ വളർത്തിയെടുക്കാൻ നമ്മൾ പാടില്ല. അതായത് എപ്പോഴാണോ അനുകൂലമായ സാഹചര്യം, എപ്പോഴാണോ നമ്മൾ സംസാരിക്കേണ്ടത്, അപ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ ഭാഷൺ കൗശൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതും കൂടെ നമ്മൾ ഈ ഒരു കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ്. സോ ഇതാണ് ഭാഷൺ കൗശൽ. ക്ലിയർ അല്ല? മൗഖിക അഭിവ്യക്തിയാണ് അധ്യാപകൻ പറയുന്ന മുഹാവരയും ലോക്യുക്തികളും നിരന്തരമായി അനുകരിച്ചിട്ടാണ് കുട്ടി ഈ ഒരു കൗശൽ പ്രാപ്തമാക്കുന്നത്. അനുകരണം അഭ്യാസം ചെയ്യുന്ന സമയത്ത് അല്പവിരാമം പൂർണ്ണവിരാമം നമ്മൾ ശ്രദ്ധിക്കണം. അധ്യാപകൻ്റെ ആദർശവാക്യം വളരെ വളരെ ശ്രദ്ധിച്ചു വേണം അധ്യാപകൻ ചെയ്യാൻ കുട്ടി, കാരണം കുട്ടി അത് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അല്ലേ. വിചാരം ആദാൻ പ്രധാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഭാഷൺ കൗശൽ. ഉച്ചാരണം ശുദ്ധമായിരിക്കണം, വ്യാകരണം ശുദ്ധമായിരിക്കണം. അവസര അനുകൂലമായ സാഹചര്യം മാത്രമേ ഭാഷണം ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ് शिक्षण विधि टा वार्तालाप, प्रश्नोत्तर, सस्वर वाचन, कहानी व कविता सुनना, चित्र वर्णन, नाटक प्रयोग, भाषण, वाद विवाद प्रतियोगिता, अंताक्षरी, बालसभा, समाचार सुनना, संगोष्ठी. ഇത്രയുമാണ് നമ്മുടെ ഭാഷൺ കൗശൽ വളർത്തിയെടുക്കാനുള്ള നമ്മുടെ ശിക്ഷൺ വിധികൾ. വാർത്താലാപം നമുക്കറിയാം അല്ലേ, നമ്മൾക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കണം, ആ ഒരു കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂൾസിലൊക്കെ എന്തുണ്ടായിരിക്കും, വാർത്താലാപ് കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ രണ്ട് കുട്ടികളെ നിർത്തി നമ്മൾ കോൺവെർസേഷൻ ചെയ്യാൻ പറയും അല്ലേ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ഭാഷൺ കൗശൽ വളർത്തിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. പ്രശ്നോത്തർ, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് കുട്ടിയോട് സംശയങ്ങളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ചോദിക്കുക. അപ്പോൾ ആ കുട്ടിയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും അല്ലേ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ അഭിപ്രായത്തിലുള്ള ഒരു ഉത്തരം പറയും. അപ്പോൾ ഇതും എന്ത് സഹായിക്കും, ഭാഷൺ കൗശൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. സസ്വർ വാചൻ, ഉറക്കെ വായിക്കാൻ പറയാം. ഉറക്കെ വായിക്കുമ്പോൾ എന്തുണ്ടാവും, ഉറക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ഉച്ചാരണം ശരിയാക്കാൻ പറ്റുക, വ്യാകരണ തെറ്റുണ്ടെങ്കിൽ ശരിയാക്കാൻ പറ്റുക. അതൊക്കെ എപ്പോഴാണ്? സസ്വർ വാചൻ, ഉറക്കെയുള്ള വായന. സസ്വർ എന്ന് പറഞ്ഞാൽ ശബ്ദത്തോടു കൂടിയുള്ള വായന. ആ വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉച്ചാരണ ശുദ്ധിക്ക് ഏത് തരത്തിലുള്ള വായനയാണ് വേണ്ടത്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സസ്വർ വാചൻ, ഉച്ചാരണം ഇപ്പോഴാണ് നമുക്ക് കേൾക്കുക, ഉറക്കെ വായിക്കുമ്പോഴല്ലേ. അത് കഹാനി വാ കവിത സുനുന, കഹാനിയും കഥയൊക്കെ കേൾക്കുമ്പോൾ എന്തുണ്ടാവും, കുട്ടിക്ക് കുറേ വാക്കുകൾ പുതുതായിട്ട് കിട്ടും അല്ലേ. കുട്ടി നന്നായി ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ ആ വാക്കുകൾ തിരിച്ച് പറയാനും ആ കുട്ടിക്ക് ശേഷിയുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു കഥ പറഞ്ഞു കുട്ടിയോട് തിരിച്ച് പറയാം. ഇതൊക്കെ ഭാഷൺ കൗശൽ വളർത്തിയെടുക്കാൻ വളരെ വളരെ നല്ലതാണ്. ചിത്രവർണ്ണൻ, ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഒരു ചിത്രം കൊടുത്തിട്ട് ആ കുട്ടിയോട് പറയും, ഈ ചിത്രം നോക്കി ഒരു കഥ പറയൂ. അപ്പോൾ കുട്ടിയുടെ ഭാവനയിൽ ഒരു കഥ പറയും. ഇതും ഭാഷൺ കൗശൽ വളർത്തിയെടുക്കാൻ വളരെ വളരെ നല്ലതാണ്. നാടക പ്രയോഗം, നാടകം, കുട്ടികളെ കൊണ്ട് നാടകം ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ കുട്ടികൾ ഡയലോഗൊക്കെ പഠിക്കും അല്ലേ. അപ്പോൾ അവർ എവിടെയാണോ ഡയലോഗ് ഇത്തിരി മൂർച്ഛിച്ച് പറയേണ്ടത് അവിടെ മൂർച്ഛിച്ചിട്ടും, എവിടെയാണോ താഴ്ത്തി പറയേണ്ടത് അവിടെ താഴ്ത്തിയൊക്കെ പറയില്ല. അപ്പോൾ കുട്ടികൾക്ക് ആ ഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു കഴിവ് കൂടി അതിലൂടെ കിട്ടും. ഭാഷൺ, പ്രസംഗങ്ങൾ വളരെ നല്ലതാണ്. വാദവിവാദ്, സംവാദങ്ങൾ, സംഗോഷ്ഠികൾ, സെമിനാറുകൾ, നമ്മുടെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ച, ഡിബേറ്റ്, ഇതൊക്കെ ഭാഷൺ കൗശൽ വളർത്തിയെടുക്കാൻ വളരെ വളരെ നല്ലതാണ് കേട്ടോ. അന്താക്ഷരി കളിക്കുന്നത് നല്ലതാണ്. ബാലസഭകൾ കൂടി കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. സമാചാർ സുനന, പത്രം വായിക്കുന്നത് കേൾക്കുന്നതും ന്യൂസ് റീഡിങ് ഒക്കെ കേൾക്കുന്നത് പോലും ആ കുട്ടിയുടെ ഭാഷ വളർത്താം. അതിലൂടെ കുറേ വാക്കുകൾ, ശബ്ദഭണ്ഡാർ വളർത്തിയെടുക്കാൻ സാധിക്കും അല്ലേ. അതൊക്കെ ഭാഷൺ കൗശൽ വളർത്തിയെടുക്കാൻ വളരെ വളരെ നല്ലതാണ്. സംഗോഷ്ഠി, സെമിനാറൊക്കെ കേൾക്കുന്നതൊക്കെ നല്ലതാണ്. ക്ലിയർ അല്ലേ? ഇത്രയാണ് ഭാഷൺ കൗശലിൻ്റെ ശിക്ഷൺ വിധി. മൗഖിക അഭിവ്യക്തിക്ക് വിശേഷത. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവികത, അതായത് വളരെ ആർട്ടിഫിഷ്യൽ ആവരുത്. സ്വാഭാവികത, സ്പഷ്ടത, ശുദ്ധത, ബോധഗമ്യ, സർവമാന്യ ഭാഷ, അവസരാനുകൂൽ, പ്രവാഹമയത, മധുരത. ഓക്കെ, ഇത്രയാണ് സ്വാഭാവികത, സ്പഷ്ടത, ശുദ്ധത, ബോധഗമ്യ, സർവമാന്യ ഭാഷ, അവസരാനുകൂൽ, പ്രവാഹമയത, മധുരത. ഓക്കെ, സ്വാഭാവികത അറിയാലോ, നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ഒരാൾ സംസാരിക്കണ പോലെ തോന്നാം. പഴയ ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിരിക്കും. സ്പഷ്ടമായിരിക്കണം, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. ശുദ്ധമായിട്ടുള്ള നല്ല ഉച്ചാരണത്തോട് കൂടിയിട്ടുള്ള ഭാഷയ്ക്ക് അതെന്താ, മൗഖിക
अभिव्यक्ति में सरल व सुबोध भाषा का प्रयोग करना चाहिए. ബോധത്തോടു കൂടിയിട്ടുള്ള ഒരു ഭാഷാ പ്രയോഗമായിരിക്കണം. അതായത് അസ്ഥാനത്തുള്ള വാക്കുകൾ നല്ലതല്ലല്ലോ, അപ്പം നമ്മുടെ ബോധത്തോടു കൂടിയിട്ടുള്ള വാക്കുകൾ വേണം ഉച്ചരിക്കാൻ. സർവമാന്യ ഭാഷ, എല്ലാവരിലാലും സ്വീകരിക്കപ്പെട്ട ഭാഷ വേണം ഉപയോഗിക്കാൻ. അതായത് പൊട്ട വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അവസരാനുകൂൽ, അവസരത്തിനൊത്ത ഭാഷ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവസരത്തിന് ചേരാത്ത ഭാഷകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പ്രവാഹമയത, അതായത് കറക്റ്റ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉണ്ടെടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കുഞ്ഞൊരു സ്റ്റോപ്പ് നിർത്തേണ്ട അടുത്ത് കുഞ്ഞൊരു സ്റ്റോപ്പൊക്കെ കൊടുത്ത് അങ്ങനെ നന്നായിട്ട് തന്നെ സംസാരിക്കണം. മധുരത, മീठी वाणी का प्रयोग कर मनुष्य किसी को भी अपना बना सकता है. അതായത് നല്ല മധുരമായിട്ട് സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ശത്രു പോലും നമ്മുടെ മിത്രമായി തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വാക്ക് മതിയല്ലോ ഒരാളെ മാറ്റാൻ. അപ്പോൾ അത്രയും കാര്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ ഒരു മൗഖിക അഭിവ്യക്തിനെ കാണും. ഇതൊക്കെ നമ്മൾ ഹിന്ദി ഭാഷ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം കേട്ടോ. इसका संबंध बोलने के कौशल के विकास से नहीं है. ഇതിലേതാണ് ബോൾനെ, അതായത് സംസാരിക്കുക എന്നുള്ള ഒരു കൗശലമായൊരു ബന്ധമില്ലാത്തത്. നെഹീം കണ്ട എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നെഹീം വട്ടിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ബോൾനേക്ക കൗശൽ സക്സോർ വാചൻ ടിക്കിട്ട നമ്മൾ തെറ്റിപ്പോവും. ശുദ്ധോച്ചാരൺ അത് ബന്ധമുണ്ട്. കവിതാ പാട് ബന്ധമുണ്ട്. പ്രതിലിപി ബന്ധമില്ല അല്ലേ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ, പ്രതിലിപിയാണ് കേട്ടോ. ലേഖൻ കൗശലാണ് പ്രതിലിപി വരുന്നത്. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പ്രതിലിപി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ക്ലിയർ ആവും കേട്ടോ. ക്ലിയർ അല്ല. നെക്സ്റ്റ് वाचन कौशल, पढ़कर अर्थ ग्रहण करने का कौशल. सर्वांगीण विकास, शब्द भंडार में वृद्धि, व्याकरण ज्ञान में वृद्धि, आदर्श गुण, നവീൻ ജാൻകാരി പ്രാപ്ത് കർണ സമയ സദുപയോഗം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാചൻ കൗശലാണ് അല്ലേ. പഠിക്കർ അർത്ഥ ഗ്രഹൺ കർണേക്ക കൗശൽ, വായിച്ചിട്ടൊരു കാര്യം മനസ്സിലാക്കുക. ഇതൊരു സർവാംഗീണ വികാസമാണെന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാ അംഗങ്ങളുടെയും ഒരു വികാസമാണ് വാചൻ കൗശലിൽ കൂടെ ഉണ്ടാകുന്നത്. ശബ്ദ ഭണ്ഡാർ, നമുക്ക് കുറേ വാക്കുകൾ വായിക്കുമ്പോൾ കിട്ടും അല്ലേ. നമ്മൾ പറയുമ്പം എല്ലാവരും സംസാരിക്കുമ്പോൾ കുറേ കോമൺ വാക്കുകളാണ് അല്ലേ. നമുക്ക് കൂടുതൽ വാക്കുകൾ നമ്മുടെ ശബ്ദ ഭണ്ഡാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കുക തന്നെ വേണം. അതിലാണ് കുറച്ച് കട്ടിയുള്ള നല്ല ഭംഗിയുള്ള വാക്കുകളൊക്കെ നമുക്ക് കിട്ടും. വ്യാകരണ ജ്ഞാനമേ വൃത്തി, വായിച്ചിട്ട് നമ്മുടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒക്കെ നമ്മുടെ മാറിക്കിട്ടും. ആദർശഗുൺ, വലിയ വലിയ മഹാന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആദർശം കൂടി നമ്മളിൽ ജനിക്കും അല്ലേ. നവീൻ ജാൻകാരി പ്രാപ്ത് കർണ, പുതിയ അറിവുകൾ നമുക്ക് കിട്ടും. സമയക്ക സദുപയോഗം, സമയത്തിൻ്റെ സദുപയോഗം വായനയിലൂടെ നമുക്ക് ഉണ്ടാവും. ഇത്രയും വാചൻ കൗശലിൻ്റെ സവിശേഷതകളും ഉള്ള ഗുണങ്ങളുമാണ് കേട്ടോ. വാചൻ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. സസ്വർ വാചൻ, മൗന വാചൻ. സസ്വർ വാചൻ രണ്ട് തരത്തിലുണ്ട്. സസ്വർ എന്ന് പറഞ്ഞാൽ എന്താ, സ്വരത്തോടു കൂടിയിട്ടുള്ള വായനേനെയാണ്. സസ്വർ എന്ന് പറഞ്ഞാൽ സ്വരത്തോടു കൂടിയിട്ടുള്ള വായന. അത് രണ്ട് തരത്തിലുണ്ട്. വൈയക്തിക് വാചൻ, സാമൂഹിക് വാചൻ. വൈയക്തിക് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് വായിക്കുക, ഒറ്റയ്ക്ക് ഉറക്കെ വായിക്കുക. സാമൂഹികം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കുട്ടികൾ, ഒരു ബെഞ്ചിലുള്ള എല്ലാ കുട്ടികളെയും കൊണ്ട് നമ്മൾ കവിത ഉറക്കെ വായിപ്പിക്കുക. അപ്പോൾ അതെന്താണ്, സാമൂഹിക് വാചനാണ്. സ്വർ സഹിത് പഠിത്തേ ഹുയ അർത്ഥ ഗ്രഹൺ കാരണം, സ്വരത്തോടു കൂടി വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുക. അതാണ് എന്ത്, സസ്വർ വാചൻ. ഗുണങ്ങൾ എന്താ, ശുദ്ധത, സ്പഷ്ടത का ध्यान रखना, ആത്മവിശ്വാസ്, ഏകാഗ്രത, വിരാം ചിഹ്ന का ध्यान रखना, ശുദ്ധ ഉച്ചാരണം. അപ്പോൾ ഇതുകൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ്, ശുദ്ധതയും സ്പഷ്ടതയും ഉണ്ടാവും അല്ലേ. വാക്കുകളിൽ ഉച്ചാരണ ശുദ്ധി നമുക്ക് തിരുത്താൻ പറ്റും. ഫുൾ സ്റ്റോപ്പും കുഞ്ഞു സ്റ്റോപ്പൊക്കെ കറക്റ്റായിട്ട് കുട്ടി പാലിക്കണ്ടോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. വ്യാകരണ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടിയുടെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കുട്ടിയുടെ ഉച്ചാരണം നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ സസ്വർ വാചനിലൂടെയാണ് പറ്റുക കേട്ടോ. രണ്ട് തരത്തിലുണ്ട്, വൈയക്തിക്കും സാമൂഹികവും ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് മൗനവാചൻ. മൗനവാചൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വായിക്കുക. നമ്മൾ പറയില്ലേ ക്ലാസ്സിൽ കുട്ടികളോട് മനസ്സിൽ വായിച്ചാൽ മതി, ശബ്ദം ഉണ്ടാക്കണ്ട എന്ന് പറയില്ലേ. അപ്പോൾ മനസ്സിൽ വായിക്കുക, അതിനെയാണ് മൗനവാചൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള മൗനവാചൻ ഉണ്ട്, ഗംഭീറും ദ്രുതും. ഗംഭീറും ദ്രുതും. ഗംഭീരം എന്ന് പറഞ്ഞാൽ സീരിയസ് റീഡിങ്, കുട്ടി ഭയങ്കര സീരിയസ് ആയിട്ട് വായിക്കുക. ദ്രുതം എന്ന് പറഞ്ഞാൽ കുട്ടി ഓൾറെഡി കുറേ പ്രാവശ്യം വായിച്ച ഒരു പോർഷനാണ്, പെട്ടെന്ന് മനസ്സിൽ വായിക്കുക. എക്സാമിനൊക്കെ കയറിനേക്കാളും മുന്നേ നമ്മൾ പെട്ടെന്ന് ഒന്ന് നോക്കി പോകില്ല, ക്വിക്ക് റീഡിങ്, അതാണ് ദ്രുതം. ഇത് രണ്ടും മൗനവാചനാണ് കേട്ടോ.
ഇനി മൗനവാചൻ്റെ ഗുണങ്ങൾ. അർത്ഥഗ്രഹൺ, അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ മൗനമായിട്ട് വായിച്ചാൽ പെട്ടെന്ന് പറ്റും. मन ही मन में पढ़ना, अनुशासन, एकाग्रता, ध्यान केंद्रित, स्वाध्याय की रुचि, चिंतन तथा गहन अध्ययन करने में भी सहायता, शब्द भंडार का विकास, ज्ञान का विकास. രണ്ടിലും ശബ്ദ ഭണ്ഡാർക്ക വികാസം ഉണ്ട് കേട്ടോ. അർത്ഥഗ്രഹൺ, അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ കുട്ടിക്ക് മൗനവാചനയിലൂടെ പറ്റും. മൻ ഹി മന്മേ പഠനം, മനസ്സിൽ വായിക്കാമെന്ന് നമ്മൾ പറയാം അല്ലേ. മനസ്സിനോട് ഒരുപാട് അടുത്തിട്ടാണ് നമ്മൾ വായിക്കുന്നത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കിട്ടും. അനുശാസനം, ഡിസിപ്ലിൻ കൊണ്ടുവരാൻ. അതായത് നമ്മൾ ക്ലാസ്സിൽ ഭയങ്കര വെള്ളം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ വായിക്കും, എല്ലാവരും മൗനമായിട്ട് വായിക്കും എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ അനുശാസനം, ഡിസിപ്ലിൻ കൊണ്ടുവരാൻ മൗനവാചനം സഹായിക്കും. ഏകാഗ്രത, ധ്യാൻ കേന്ദ്രം, ഏകാഗ്രതയായിട്ട് അതിൽ ശ്രദ്ധിച്ച് വായിക്കാൻ കുട്ടിക്ക് പറ്റും. സ്വാധ്യായക്ക് രുചി, ഒറ്റയ്ക്ക് പഠിക്കാം. അതായത് ടീച്ചർ പറയണ കേട്ട് പഠിക്കാതെ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കും. ചിന്തൻ തഥാ ഗഹൻ, ചിന്തിച്ച് ഗഹനമായിട്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു മൗനവാചനയിലൂടെ പറ്റും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിന്തിച്ച് നന്നായി അർത്ഥം മനസ്സിലാക്കാൻ സസ്വർവാചനയിലൂടെ ആണോ മൗനവാചനയിലൂടെ ആണോ പറ്റുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മൗനവാചനമാണ് കേട്ടോ. ശബ്ദഭണ്ഡാർക്ക വികാസം, അത് രണ്ടിലും നമുക്ക് വായിച്ചാൽ തന്നെ ശബ്ദഭണ്ഡാറിൻ്റെ വികാസം ഉണ്ടാവും. ജ്ഞാൻക വികാസ്, ജ്ഞാനം അറിവിൻ്റെ വികാസവും ഇതിലൂടെ ഉണ്ടാവും, മൗനവാചനയിലൂടെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? മൻഹി മന്മേ പഠന, अनुशासन, एकाग्रता, स्वाध्याय, चिंतन तथा गहन अध्ययन करने में भी सहायता, शब्द भंडार का विकास, ज्ञान का विकास. ക്വസ്റ്റ്യൻ കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ ആണ്, മുന്നേ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക, മലയാളത്തിൽ നന്നായി മനസ്സിലാക്കി വെക്കാം. നമുക്ക് എക്സാമിന് ആ ഒരു കാര്യം മനസ്സിലാക്കിയതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ടത്. ഓക്കെ, നമ്മളിതൊക്കെ മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത്. ഭാഷാ കൗശലം കെ സമ്പന്ന में कौन सा कदम उचित है? ഇതിലേതാണ് ഉചിതമായത്? ഭാഷാ കെ ചാരം കൗശൽ പരസ്പർ സംബന്ധ ഹെ, അതായത് ഭാഷയുടെ 4 കൗശലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് കേട്ടോ. അത് ഓർത്ത് വയ്ക്കാം. ബാക്കി ഞാൻ വായിക്കുന്നില്ല. ഓപ്ഷൻ പഹലെ കक्षा में डैश भी लिखना के अंतर्गत आता है. ഏതും കൂടി ചിത്ര ബനാന, അതായത് കുഞ്ഞു വാവകൾക്ക് ചിത്രം വരയ്ക്കുന്നത് പോലും എന്താണ്? എഴുതലാണ് അല്ലേ. ചിത്രം വരയ്ക്കുന്നത് പോലും കുഞ്ഞുപാവകൾക്ക് എഴുതലാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ എ എന്ന് എഴുതുമ്പോൾ കുട്ടിക്ക് എ എന്നത് ഒരു പടമാണ് അല്ലേ, ഒരു പടമായിട്ടാണ് കുട്ടി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പഹലി കक्षा में ചിത്ര ബനാന भी लिखना के अंतर्गत आता है. ചിത്രം വരയ്ക്കുന്നത് പോലും എഴുതലിൻ്റെ കാറ്റഗറിയിലാണ് കുഞ്ഞുപാവകൾക്ക് വരിക, പഹലി കക്ഷയിൽ വരിക. अर्थग्रहण के कौशल के विकास के लिए अधिक उपयोगी है समाचार वाचन, വ്യാകരൺ ശിക്ഷ, മൗനവാചൻ, സസ്വർവാചൻ. അർത്ഥഗ്രഹണം ചെയ്യാൻ ഏതാണ്? മൗനവാചനാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ മൗനവാചൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അതിൽ അർത്ഥഗ്രഹണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൗനവാചൻ ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ, സി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ മൗനവാചൻ 2 തരത്തിലുണ്ട്, ഗംഭീറും ദ്രുത്തും. അതായത് സീരിയസ് ആയിട്ടുള്ളതും ഒന്ന് ക്യുക്കായിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ 2നും വിശേഷതകളാണ് പറയുന്നത്. ഗംഭീർ, ഭാഷ പർ അധികാർ കർണ, ഭാഷയെക്കുറിച്ച് ഗഹനമായിട്ടുള്ള അറിവ് ലഭിക്കാൻ ഗംഭീർ, സീരിയസ് ആയിട്ട് തന്നെ നമ്മളത് ശ്രദ്ധിച്ച് വായിക്കാം. കേന്ദ്രീയ കാര്യക്ക് കോച്ച് കർണ, ഒരു വലിയ കാര്യത്തിൽ നിന്ന് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സീരിയസ് റീഡിങ് വേണം. നവീൻ സൂചന ഏകത്ര കർണ, പുതിയ അറിവുകളെ ഏകീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗംഭീർ, സീരിയസ് ആയിട്ടുള്ള വായന വേണ്ടത്. ഇനി ക്യുക്ക് റീഡിങ് എപ്പോഴൊക്കെയാണ് വേണ്ടത്? സിക്കി ഹുയി പാർക്ക അഭ്യാസമാണ്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് നന്നായി വായിച്ചു കഴിഞ്ഞ ഭാഗം ഒന്നും കൂടി പഠിക്കാൻ സ്പീഡ് റീഡിങ് മതി. ഗാലി സമയക്ക സദുപയോഗമാണ്, അതായത് നമ്മൾ ഒഴിവ് സമയങ്ങൾ സദുപയോഗം ചെയ്യാനും ഇങ്ങനെ ഒരു ക്യുക്ക് റീഡിങ്ങിന് സാധിക്കും. ആനന്ദ് പ്രാപ്കണം, ആനന്ദം ലഭിക്കാനും ദ്രുത് പാടിന് സാധിക്കും. പക്ഷെ ഗംഭീർ പാടിന് എന്താ? ഭാഷയെ കുറിച്ച് അധികം ജ്ഞാനം കിട്ടാനും കൂടുതൽ അതിലെന്താണ് കൃത്യമായിട്ട് പറയുന്നതെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാനും പുതിയ അറിവുകളെ ഏകീകരിക്കാനും ഒക്കെ നമുക്ക് എന്ത് വേണം? ഗംഭീർ, സീരിയസ് റീഡിംഗ് ആണ് വേണ്ടത് കേട്ടോ. मौन वाचन का प्रकार है द्रुत वाचन, സമവേത് വാചൻ, അനുകരൺ, ഇൻമേം സെ കൊയ് നഹി. ദ്രുത് വാചൻ ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞത്.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാചൻ കൗശലിൻ്റെ ശിക്ഷൺ വിദ്യകളാണ് കേട്ടോ. വർണ്ണബോധ വിധി, അതായത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൃത്യമായിട്ട് കുട്ടിയെ മനസ്സിലാക്കിപ്പിക്കുക, അതാണ് വർണ്ണബോധ വിധി എന്ന് ഉദ്ദേശിക്കുന്നത്. ധ്വനി സാമ്യവിധി, ഉച്ചാരണം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് കൃത്യമായി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് ധ്വനി സാമ്യവിധി. നെക്സ്റ്റ് ആണ് ദേഖോ ഓർ കഹോ വിദ്യ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ആ എന്ന് എഴുതി, ഇത് ആ ആ ആ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുക, വീണ്ടും പറയുക, കാണിച്ചു കൊടുക്കുക, വീണ്ടും പറയുക, കാണിച്ചു കൊടുക്കുക, വീണ്ടും പറയുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുക, അതാണ് ദേഖോ ഓർ കഹോ വിധി. വാക്യവിധി, വാക്യം ആദ്യം വാക്യം പറഞ്ഞു കൊടുക്കുക, അതിലെ ശബ്ദങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിലെ വർണ്ണങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതാണ് ഓർഡർ. ഈ ഓർഡർ ചോദിക്കാറുണ്ട്, വാക്യ ശബ്ദ വർണ്ണം ഇങ്ങനെയാണ് പഠിപ്പിക്കുക. ഈ ഓർഡർ എക്സാമിന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ കാറ്റഗറിന് കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി. വാക്യ ശബ്ദ വർണ്ണം, വാക്യവിധിയിൽ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, വാക്യം ആദ്യം പഠിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ള ശബ്ദങ്ങൾ പഠിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ള വർണ്ണങ്ങൾ പഠിപ്പിക്കുക. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കണം കേട്ടോ. സോ ഇത്രയുമാണ് ശിക്ഷൺ വിധി, വർണ്ണബോധ വിധി, ധ്വനി സാമ്യ വിധി, ദേഖോ ഓർ കഹോ വിധി, വാക്യവിധി. വാക്യവിധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്യം ആദ്യം പഠിപ്പിക്കുക, ശബ്ദം പഠിപ്പിക്കുക, വർണ്ണം പഠിപ്പിക്കുക. ക്ലിയർ. നെക്സ്റ്റ് ലേഖൻ കൗശൽ കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ 4ാമത്തെ കൗശലാണ് ലേഖൻ കൗശൽ. ലിഖ്നെ കി ക്ഷമത उच्चतम भौतिक व्यवहार की प्रक्रिया है. विचारों एवं अनुभव की लिखित अभिव्यक्ति. सुंदर, फास्ट तथा आकर्षक लेखन का अभ्यास. लेखन की आवश्यकता का बोध चिंतन करना. അതായത് ലേഖൻ കൗശലിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ലിഖിനേക്ക് ക്ഷമത, എഴുതാനുള്ള ക്ഷമതയാണ് ഇവിടെ ആവശ്യം. ഉച്ചതം ഭൗതിക് വ്യവഹാർക്കി പ്രക്രിയ, വളരെ ബുദ്ധി അത്രയും ആവശ്യമുള്ള, നമ്മൾ നന്നായി ആലോചിച്ച് ചിന്തിച്ച് നടത്തേണ്ട ഒരു പ്രക്രിയയാണ് ലേഖൻ കൗശൽ. ഏറ്റവും ഉന്നതിയിലുള്ള ഒരു, നമുക്ക് എഴുതാൻ കഴിയാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത്. വിചാരവും അനുഭവക്ക് ലിഖിത് അഭിവ്യക്തി, വിചാരങ്ങളെയും അനുഭവങ്ങളെയും നമ്മൾ എഴുതിക്കൊണ്ട് പ്രസ്തുതി ചെയ്യാണ്. സുന്ദർ തഥ ആകർഷക് ലേഖൻ കാ അഭ്യാസ്, സുന്ദരമായ കൈയക്ഷരം, ഉരുട്ടി എഴുതണം എന്നും നമ്മൾ പറയില്ല, അത്രയും ഭംഗിയുള്ള കൈയക്ഷരമായിരിക്കണം എന്നാണ് പറയുന്നത്. ലേഖൻക്ക് ആവശ്യകത കബോധ്, ഒരു കുട്ടി നന്നായിട്ട് എഴുതണമെങ്കിൽ ആ കുട്ടിക്ക് ആദ്യം എഴുതുന്നതിൻ്റെ ഗുണങ്ങളും എഴുതുന്നതിൻ്റെ ആവശ്യകതയും പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മുടെ ദായിത്വമാണ് കേട്ടോ, നമ്മുടെ കർത്തവ്യമാണ് അത്. ചിന്തൻ കർണ, ക്യാ കിത്തന കൈസേ ലിഖന, അതായത് എഴുതുന്നതിന് മുന്നേ കുട്ടിക്ക് ഒരു ചിന്തയാണ്, എന്തെഴുതണം, എത്ര എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഐഡിയ കൂടി ഉണ്ടാവണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലേഖൻ കൗശൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ കുട്ടിയുടെ മനസ്സിലുണ്ടാവണം എഴുതുന്നതിന് മുന്നേ. ലേഖൻ കാ സോപ്പാൻ മീൻസ് സ്റ്റെപ്സ് ആണ് കേട്ടോ, എഴുതുന്നതിൻ്റെ സ്റ്റെപ്സ് ആണ് എന്ന് നമ്മൾ പറയണത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആവശ്യകത, സെക്കൻഡ് ദത്ത സങ്കലൻ, थर्ड आशयों को क्रमबद्ध करना, 4 रचना शैली, 5 प्रारूप, 6 संपादन, 7 പ്രസ്തുതി. ശൈലിയുടെ അതൊന്നും പോയി കേട്ടോ, ഞാൻ എഴുതുന്ന വന്ന മിസ്റ്റേക്കാണ്. കുറേ സ്ലൈഡ്സ് ഉണ്ടാക്കുമ്പോഴേ പെട്ടെന്ന് ചെറിയ മിസ്റ്റേക്സൊക്കെ വരുന്നുണ്ട്, ക്ഷമിക്കുക. ആവശ്യകത, ആദ്യം നമ്മൾ എഴുതുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. നെക്സ്റ്റ് ദത്ത സങ്കലൻ, അതിന് വേണ്ടിയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് എഴുതാൻ പറ്റില്ല, നമുക്ക് ആദ്യം അതിന് വേണ്ട ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യണം. നമ്മൾ എന്തിനെ കുറിച്ചാണോ എഴുതണം അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഫിലോസഫി എഴുതാണ്, അല്ലെങ്കിൽ നമ്മൾ ഹിന്ദിയുടെ സാഹിത്യത്തെക്കുറിച്ച് എഴുതാണ്, എഴുതുന്നതിന് മുന്നേ നമുക്ക് സാഹിത്യത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. അതാണ് ദത്തസങ്കലനം, ഡാറ്റ കളക്ട് ചെയ്യുക. ആശയം ക്രമബദ്ധ കാരണം, ആശയങ്ങളെ ക്രമത്തിൽ ഓർഡറിൽ വയ്ക്കുക. അപ്പോൾ സാഹിത്യമാണെങ്കിൽ ആദ്യം ഏതാ ആദികാൽ, പിന്നെ ഏതാ ഭക്തികാൽ, അങ്ങനെ ഓർഡറിലാക്കുക, ക്രമബദ്ധ ചെയ്യാം. രചനാ ശൈലി, ഏത് ശൈലിയിലാണ്, ഇപ്പോൾ നമുക്ക് കവിതയാണോ എഴുതേണ്ടത്, കഹാനിയാണോ എഴുതേണ്ടത്, ഉപന്യാസമാണോ എഴുതേണ്ടത്, ഏത് ശൈലിയാണ് നമ്മൾ ഫോളോ ചെയ്യണത് അത് ഓർത്ത് വയ്ക്കാം. പ്രാരൂപ്, ഒരു മോഡൽ ഉണ്ടാക്കുക.
സമ്പാദൻ എന്തെങ്കിലും എഡിറ്റിംഗ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താം. പ്രസ്തുതി ചെയ്യുക. ക്ലിയർ അല്ലേ? ആവശ്യക എന്താണെന്ന് മനസ്സിലാക്കുക, ഡാറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് ആ ഡാറ്റയൊക്കെ നമ്മൾ ഓർഡറാക്കി വെക്കുക. എന്നിട്ട് ഏത് ശൈലിയിലാണ് എഴുതേണ്ടത് എന്നൊരു തീരുമാനം എടുക്കുക. മോഡൽ പ്രാരൂപം ഉണ്ടാക്കുക, സമ്പാദൻ എഡിറ്റിംഗ് ചെയ്യുക, പ്രസ്തുതി ചെയ്യുക. ഇതാണ് കേട്ടോ ലേഖൻ കാ സ്വഭാവം. നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക, നമുക്ക് ആ പ്രൊജക്റ്റ് ചെയ്യണം, അതാണ് നമ്മുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഡാറ്റ നമ്മൾ കണക്ട് ചെയ്യണു, ആ ഡാറ്റയൊക്കെ നമ്മൾ ഓർഡറാക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഡാറ്റയാണ് ഏത് ശൈലി, ഇപ്പം പ്രൊജക്റ്റ് എഴുതണം അല്ലേ, റിപ്പോർട്ടിൻ്റെ ശൈലി നോക്കുന്നു, അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്നു, അതിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണു, നമ്മൾ പ്രസ്തുതി ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യണ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റെപ്സ് ഓർത്ത് വെക്കാം കേട്ടോ. ശിക്ഷൺ വിധി. ഇനി എഴുതാനുള്ള ശിക്ഷൺ വിധികളാണ്. ഹസ്തലിഖിത് മാസികായം, അതായത് കുട്ടികളോട് പറയുക പോസ്റ്റർ ഉണ്ടാക്കാൻ, മാസികകൾ ഉണ്ടാക്കാൻ ഒക്കെ കുട്ടികളോട് പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, കുട്ടികളുടെ എഴുത്തിനെ ഭംഗിയാക്കാനുള്ള ഒരു അവസരമാണ്. പിന്നെ കുട്ടികളോട് പറയുക ബാക്കിയുള്ളവരുടെ ദൂസരോം കെ സാമനെ പ്രദർശിത് കർണ, അതായത് ബാക്കിയുള്ളവരുടെ മുന്നിൽ കുട്ടി എഴുതിയതൊക്കെ പ്രദർശിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ എന്തുണ്ടാവും, കുട്ടിയിൽ നല്ല നല്ല അക്ഷരത്തിൽ സുന്ദർ और सुडाल रूप से लिखने की കോശിഷ് കരക. കുട്ടി എപ്പോൾ ഭംഗിയിലും വൃത്തിയിലും എഴുതാൻ ശ്രമിക്കും. അങ്ങനെ ആ കുട്ടിയുടെ കൈയക്ഷരം നന്നാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇനി കുറച്ചധികം വിധികളുണ്ട് കേട്ടോ, എഴുതുന്നതിന് കുറച്ചധികം വിധികളുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് മോണ്ടിസോറി വിധി. ആദ്യത്തെ വിധിയാണ് മോണ്ടിസോറി വിധി. ഈ വിധിയിൽ പറയണത് കുട്ടിക്ക് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മരം കൊണ്ടോ ഉണ്ടാക്കിയ അക്ഷരങ്ങളുടെ രൂപങ്ങൾ കൊടുക്കാം. എന്നിട്ട് കുട്ടീനെ ആദ്യം കാണിച്ചിട്ട് ഇത് ഇപ്പോൾ എ ആണ് നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ആണ് നമ്മൾ പഠിക്കണമെങ്കിൽ മരത്തും കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള ആടെ രൂപം കൊടുക്കുക. എന്നാൽ കുട്ടിയോട് പറയാം ഇതാണ് ആ, ഇതാണ് ആ, ഇതാണ് ആ, ഇങ്ങനെ കുറേ പ്രാവശ്യം പറയാം. എന്നാൽ കുട്ടിയോട് പതുക്കെ കുട്ടിയുടെ കൈ കൊണ്ട് ആ ഒരു അക്ഷരത്തിൻ്റെ ഷേപ്പിൽ കുട്ടീനെ ഇങ്ങനെ വരപ്പിക്കാം. ഇങ്ങനെയാണ് മോണ്ടിസോറി വിധി എഴുതുന്നതിന്, അതായത് എഴുതാൻ കുട്ടിയെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മോണ്ടിസോറി വിധിയിൽ. ക്ലിയർ അല്ലേ? മരം കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള ഇങ്ങനെ മോഡൽസ് ഉണ്ടാക്കുക, അക്ഷരങ്ങളുടെ മോഡൽസ് ഉണ്ടാക്കുക. എന്നിട്ട് കുട്ടിക്ക് ആദ്യം കുറേ പ്രാവശ്യം അത് തൊടാനും കൊടുക്കുക, എന്നിട്ട് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുക അതാണ് ആ, അതാണ് ആ. അതിനുശേഷം കുട്ടി കൈ കൊണ്ട് അതിന് മുകളിൽ എഴുതുക. അതിനെയാണ് എന്തെന്ന് പറയുക, മോണ്ടിസോറി വിധി. ക്ലിയർ? അടുത്തതാണ് രൂപരേഖാനുകരൺ വിധി. അത് നമുക്ക് കുഞ്ഞുനാളിൽ ചെയ്യുമല്ലോ. ഇപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഇട്ട ബുക്കുകൾ ഉണ്ടാവുമല്ലോ ഇല്ലേ, ആ കുത്തിങ്ങനെ യോജിപ്പിച്ച് നമ്മൾ അക്ഷരങ്ങൾ ഉണ്ടാക്കും അല്ലേ, അതിനാണ് രൂപരേഖാനുകരൺ വിധി എന്ന് പറയുന്നത്. ക്ലിയർ? രൂപരേഖാനുകരൺ വിധി. കുത്തുകൾ ഇട്ടിട്ട്, അതായത് ഒന്നെങ്കിൽ അത് ശ്യാംപട്ടിൽ, അതായത് ബോർഡിലോ സ്ലേറ്റിലോ കുട്ടിക്ക് എന്തിട്ട് കൊടുക്കുക, ബിന്ദുക്കൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുട്ടിയോട് അത് യോജിപ്പിച്ച അക്ഷരങ്ങളാക്കാൻ പറയാം. അതാണ് രൂപരേഖാനുകരൺ വിധി. നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് തന്നെ. നെക്സ്റ്റ് സ്വതന്ത്ര അനുകരൺ വിധി. അതായത് അധ്യാപകൻ സ്വതന്ത്ര അനുകരൺ വിധിയിൽ അധ്യാപകൻ എന്ത് ചെയ്യും, അക്ഷരങ്ങൾ ബോർഡിൽ എഴുതും. കുട്ടികളോട് എന്താ പറയുക, അവരുടെ പുസ്തകത്തിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ സ്വയം അധ്യാപകൻ വരയ്ക്കുന്നത് നോക്കിയിട്ട് അവർ സ്വയം അവരുടെ ബുക്കിലോ സ്ലേറ്റിലോ വരയ്ക്കുക. അതിനെയാണ് എന്ത് പറയുക, സ്വതന്ത്ര അനുകരൺ വിധി. ക്ലിയർ അല്ലേ? മോണ്ടിസോറി വിധി ക്ലിയർ അല്ലേ? മോണ്ടിസോറി വിധി എന്ന് പറഞ്ഞാൽ മരം കൊണ്ടൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള മോഡൽസ് കൊടുക്കുക, കുട്ടികളെ അത് മോഡൽസ് ഇങ്ങനെ കൈകൊണ്ട് എടുക്കാനൊക്കെ കുട്ടീനെ സമ്മതിക്കുക, കുട്ടി അത് നോക്കിയിട്ട് അത് ആണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ മരം കൊണ്ടുള്ളതിൻ്റെ മുകളിൽ കൂടെ കുട്ടി വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആ ഷേപ്പിൽ കൈ ഓടിക്കുക. അതാണ് മോണ്ടിസോറി വിധി. അങ്ങനെയാണ് കുട്ടീനെ പഠിപ്പിച്ച് തുടങ്ങുന്നത്. ഓക്കെ. രൂപരേഖാനുകരണിൽ എന്താണ്, കുത്തുകൾ ഇട്ട ബുക്കാണ്. അപ്പോൾ കുത്തുകൾ യോജിപ്പിക്കാൻ പറയാം, അങ്ങനെ പഠിക്കുന്നു. സ്വതന്ത്ര അനുകരൺ വിധി എങ്ങനെയാണ്, അധ്യാപകൻ ബോർഡിൽ എഴുതി കൊടുക്കുന്നു, കുട്ടി അത് നോക്കി സ്ലേറ്റിലേക്ക് എഴുതുന്നു. അതാണ് സ്വതന്ത്ര അനുകരൺ വിധി. ഡോട്ട് വിധി. ഈ വിധിയിൽ എന്താ അധ്യാപകൻ ചെയ്യുന്നത്, അധ്യാപകൻ സ്വയം എന്ത് ചെയ്യും, കുട്ടികൾക്ക് കാണാവുന്ന രീതിയിൽ ബോർഡിൽ വാക്യം എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, കുട്ടികളോട് എഴുതാൻ പറയും. ഇപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഓരോ അക്ഷരങ്ങളായി നോക്കി എഴുതി തെറ്റൊന്നും വരുത്താതെ എഴുതും. എന്നിട്ട് അധ്യാപകൻ എന്ത് ചെയ്യും, മൂലവാക്യം എന്ത് ചെയ്യും, കുട്ടികളോട് ബിനാ ദേഖേ ഹുയെ ഉനേം ലിഖ്നേക്കോ കഹത്താ ഹെ. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക് അവർ നോക്കാതെ എഴുതാൻ പരിശീലിപ്പിക്കും. ഇതാണ് എന്ത്, ജാക്ക് ഡോട്ട് വിധി കേട്ടോ. ക്ലിയർ അല്ലേ? ജാക്ക് ഡോട്ട് വിധി എന്താണ്, ആദ്യം അധ്യാപകൻ എന്ത് ചെയ്യും,
എഴുതാനുള്ള കാര്യങ്ങൾ അധ്യാപകൻ എഴുതി കൊടുക്കും, അത് കുട്ടികൾ നോക്കി എഴുതും. ഏറ്റവും മൂലവാക്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാക്യം നോക്കാതെ എഴുതാൻ പറയും കുട്ടികളോട്. അതാണ് ജാക്ക് ഡോട്ട് വിധി കേട്ടോ. നെക്സ്റ്റ് ലേഖൻ അഭ്യാസ്. ലേഖന അഭ്യാസത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സുലേഖ്, അനുലേഖ്, ശ്രുതലേഖ്. ശ്രദ്ധിക്കണം കേട്ടോ. സുലേഖ്, അനുലേഖ്, ശ്രുതലേഖ്. ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സുലേഖ് എന്താന്ന് നോക്കാം. സുന്ദർ ലേഖോ സുലേഖത്തെ, ഏറ്റവും ഭംഗിയിൽ എഴുതാം. ലിഖാവട്ട്, അതായത് ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര നല്ലതായിരിക്കണം. ഗരാബ് നാ ഹോന പായേ, ലിഖാവട്ട് ഗരാബ് നാ ഹോനെ പായേ, അതായത് ലിഖാവട്ട് ഹാൻഡ് റൈറ്റിംഗ് ഒരിക്കലും ഭംഗിയില്ലാത്തതാവരുത്. കുട്ടികളെ കൊണ്ട് മാക്സിമം അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് അനുലേഖ്. ഇതിലെന്താ, സുന്ദരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേലിയെ പ്രതിലേഖ് और അനുലേഖ് കാപ്പി ആശ്രയി ലിയാ ജാത്താ ഹെ. സുന്ദരമായ ലിഖാവട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, അനുലേഖും പ്രതിലേഖിൻ്റെ സഹായം ചെയ്യുന്നത്. അനുലേഖ് പ്രതിലേഖ് എന്ന് പറഞ്ഞാൽ എന്താ, കോപ്പി റൈറ്റിംഗ് ആണ് കേട്ടോ. കോപ്പി റൈറ്റിംഗ് അതായത് ഇപ്പം നമ്മൾ 2 ലൈൻ 3 ലൈൻ 2 ലൈൻ 4 ലൈൻ ബുക്കിലൊക്കെ എഴുതാൻ പറയില്ല, അതാണ് കോപ്പി റൈറ്റിംഗ്. ഇതിനാണ് അനുലേഖ് അല്ലെങ്കിൽ പ്രതിലേഖ് എന്നൊക്കെ പറയുന്നത്. ആദ്യത്തെ ഒരു ലൈൻ ടീച്ചർ എഴുതിയിട്ടുണ്ടാവും, കുട്ടികൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് അടിയിലുള്ള ലൈൻസൊക്കെ എഴുതും. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കുറേ 4 ലൈൻ ബുക്കും കുറേ 2 ലൈൻ ബുക്കൊക്കെ എഴുതി നിറച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 2 ലൈൻ 4 ലൈൻ ബുക്കിനെ കുറിച്ചിട്ടാണ് അനുലേഖ് പ്രതിലേഖ് എന്നൊക്കെ പറയണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ശ്രുതലേഖ്. श्रुतलेख का अर्थ है सुना हुआ लेख. इस विधि में अध्यापक बोलता है और छात्र उसके कथन को सुनकर अभ्यास पुस्तिका या पर लिखता जाता है. അതായത് ശ്രുതലേഖനം എന്താണ്, അധ്യാപകൻ പറയും കുട്ടി അത് കേട്ടിട്ട് എഴുതുക. ആ ഒരു അഭ്യാസത്തിനാണ് ശ്രുതലേഖ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളൊരു കുട്ടീനെ എഴുത്ത് പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണം, ലിഖാവട്ട് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കണം, സുലേഖ ആയിരിക്കണം. അതെങ്ങനെയാണ് പഠിപ്പിക്കുക, അനുലേഖ വെച്ചിട്ട് നമുക്ക് പഠിപ്പിക്കാം. അതായത് 4 ലൈൻ ബുക്കോ 2 ലൈൻ ബുക്കോ ഒക്കെ വെച്ചിട്ട് അനുലേഖ് അല്ലെങ്കിൽ പ്രതിലേഖ് വെച്ചിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ശ്രുതലേഖ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താ പഠിപ്പിക്കേണ്ടത്, നമ്മൾ പറയുന്നതിനനുസരിച്ച് കുട്ടിയെ കൊണ്ട് എഴുതാൻ പഠിപ്പിക്കണം അല്ലേ. പറയുന്നതിനനുസരിച്ച് കുട്ടി എഴുതാൻ പഠിക്കണം, അതാണ് ശ്രുതലേഖ. ക്ലിയർ അല്ലേ? സോ ഇത്രയുമാണ് ലേഖൻ കൗശൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക എന്നതാണ് നമുക്ക് വേണ്ട കാര്യം. കാരണം എക്സാമിന് ആപ്ലിക്കേഷൻ ഇപ്പം നമ്മൾ കണ്ടില്ലേ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ, എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കി വെച്ച് സുഖമായിട്ട് നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.